പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഇന്നത്തെ പ്രഭാത വിരുന്നിലേക്ക് ഗുഡ്നസ് ടിവിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഒരു മനോഹരമായ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ടുള്ള അനുഗ്രഹം ദൈവം നമുക്കെല്ലാവർക്കും നൽകിയിരിക്കുകയാണ്. ഈ പ്രഭാതത്തെ ഓർത്ത് ദൈവം ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ ചൊരിയാൻ പോകുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൃപകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക് തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് എല്ലാം നന്മയ്ക്കായിട്ട് ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്നും ദൈവത്തിൻ്റെ പദ്ധതി, ദൈവത്തിൻ്റെ സ്നേഹത്താൽ വിളിക്കപ്പെട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്ന ആളുകളാണ്. ഈ പ്രഭാതത്തിലേക്ക് ദൈവമാണ് നമ്മെ കൈപിടിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എല്ലാം അവിടുന്ന് ക്രമപ്പെടുത്തിയിരിക്കുന്നു എന്ന ചിന്ത തന്നെ ദൈവത്തിന് നന്ദി പറയുന്നതിനും ദൈവത്തെ ആരാധിക്കുന്നതിനും അവിടത്തേക്ക് സ്തുതികൾ അർപ്പിക്കുന്നതിനും നമുക്ക് പ്രേരണ നൽകുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈ പ്രഭാതത്തിലേക്ക് നമുക്ക് കടന്നു വരാം. ഈ വിരുന്ന് നമുക്ക് ആസ്വദിക്കാം. കാരണം അത്രമേൽ അനുഗ്രഹങ്ങളാണ്, കൃപകളാണ് ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥം പ്രത്യേകമായ വിധത്തിൽ നമുക്ക് അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് ഓട്ടിസവും അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയുമുള്ള കുട്ടികളെ നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഓട്ടിസം ബാധിച്ച കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ഹൈപ്പർ ആക്ടിവിറ്റിയിലൂടെ കടന്നു പോകുന്ന കുട്ടികളുണ്ട്. അവരുടെയൊക്കെ മാതാപിതാക്കൾ അവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നതിന്, അവരെ നിയന്ത്രിക്കുന്നതിനൊക്കെ ഒത്തിരി കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ക്ലേശങ്ങളുമൊക്കെ സഹിക്കുന്നുണ്ട്. പലരും ഈ കുട്ടികളുടെ ഈ രോഗബാധയിൽ വളരെ നിരാശരും അതുപോലെ തന്നെ ഡിപ്രഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ആളുകളുണ്ട്. അവരെല്ലാവരെയും, ആ കുട്ടികളെയും നമുക്ക് കർത്താവിൻ്റെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ ആ ശാരീരിക അവസ്ഥയിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കുന്നതിനും ആ രോഗബാധയിൽ നിന്നെല്ലാം അവർക്ക് വിടുതൽ ലഭിക്കുന്നതിനും അവരെല്ലാവരെയും പ്രത്യേകമായിട്ട് ഈ പ്രാർത്ഥനാ സമയത്ത് സമർപ്പിച്ച് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം കേൾക്കാനായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. വചനം നമുക്ക് ജീവഗന്ധിയായിട്ട് മാറുന്നത്
അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ആദിമ ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായപ്പോഴാണ് വചനത്തിന് സാക്ഷികളാകുവാനായിട്ട് അവർ തയ്യാറായത്. അതുപോലെ തന്നെ നമ്മെ ഓരോരുത്തരെയും വചനത്തിൻ്റെ സാക്ഷികളാക്കി മാറ്റണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായിട്ട് നമുക്കിപ്പോൾ ഒരുങ്ങാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നമുക്ക് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വചനങ്ങൾ വായിച്ച് ധ്യാനിക്കാം. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമിയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ ഇവരെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യസത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏതു വിധത്തിലുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് സൂചിപ്പിക്കാനാണ്. അതിനുശേഷം യേശു അവനോട്, എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പത്രോസിനെ ഈശോ സഭയുടെ തലവനായിട്ട് അവരോധിക്കുന്ന സുവിശേഷ ഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേട്ടത്. പത്രോസിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവൻ അതിനുള്ള ഒരു അർഹതയോ യോഗ്യതയോ ഉള്ളതായിട്ട് നമുക്കൊരിക്കലും കാണാനായിട്ട് സാധിക്കുകയില്ല. കാരണം 3 പ്രാവശ്യം പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞവനാണ്. നീ ആരൊക്കെ നിന്നെ തള്ളിപ്പറഞ്ഞാലും ഞാൻ നിന്നെ പറയുകയില്ല എന്ന അവകാശവാദം ഉന്നയിച്ച പത്രോസ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 3 പ്രാവശ്യം ഞാൻ അവനെ അറിയുകയില്ല എന്ന് പറയുന്ന സാഹചര്യം പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായി. അങ്ങനെ ഒരാളെ ഒരു സഭയുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ തലവനായിട്ട് നിയമിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിപൂർവം ചിന്തിച്ചാൽ അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് തോന്നുകയില്ല. എന്നാൽ ഈശോ പത്രോസിനെ ഇതാ സഭയുടെ അധിപനായിട്ട് നിയമിക്കുകയാണ്. പത്രോസിനെ സഭയുടെ അധിപനായിട്ട് ഈശോ നിയമിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞതിനെ പത്രോസ് ഈശോയെ തള്ളിപ്പറഞ്ഞതുകൊണ്ടാണ് അവനെ നിയമിക്കാതെ പോയത് എന്ന്. എന്നാൽ ഈശോ അങ്ങനെ ഒരു സംസാരത്തിന് ഇടവരുത്താതെ പത്രോസിനെ സഭയുടെ തലവനായിട്ട് അവരോധിക്കുന്നതായിട്ടാണ് നമുക്കിന്ന് കാണുന്നതിനായിട്ട് സാധിക്കുന്നത്. ഒരു ചെറിയ കഥ വായിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഒരു ശില്പി മനോഹരമായിട്ടുള്ള ഒരു മൺപാത്രം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും താഴെ പോയി ചിന്നിച്ചിതറിപ്പോയി. എല്ലാവരും വിചാരിച്ചു അയാൾ അത് എടുത്ത് ദൂരെ എറിഞ്ഞ് കളയുമെന്ന്. പക്ഷേ അയാൾ ചെയ്തത് അതിൻ്റെ ആ കഷ്ണങ്ങളെല്ലാം ശേഖരിച്ച് കൂട്ടി എടുത്തിട്ട് അത് ഓരോ കഷ്ണങ്ങളും ചേർത്ത് വെച്ച് വിശിഷ്ടമായ ഒരു പശ കൊണ്ട് ഒട്ടിച്ചു. അതുപോലെ തന്നെ ഒരു സ്വർണ്ണ പൊടി കൊണ്ട് ആ ഒട്ടിച്ച ഭാഗങ്ങളൊക്കെ അലങ്കരിക്കുകയും ചെയ്തു. അപ്പോൾ അലങ്കരിച്ച് അത് ഒട്ടിച്ചു കഴിഞ്ഞ് ഈ സ്വർണ്ണ പൊടികൾ കൊണ്ട് അലങ്കരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അത് വലിയ മനോഹരമായ ഒരു പാത്രമായിട്ട് മാറി. എല്ലാവരും അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായതായിട്ട് നമുക്ക് അവിടെ കാണാൻ സാധിച്ചു. ഇതുപോലെ തന്നെയാണ്
പത്രോസ് എന്ന പാത്രം ഇതാ പരിശീലനത്തിൻ്റെ ഇടയിൽ തകർന്നുപോയി. അങ്ങനെ തകർന്നുപോയ ആ പത്രോസിനെ ഈശോ സ്നേഹം കൊണ്ട് ഇതാ പുനരുദ്ധരിക്കുന്നതായിട്ടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. സ്നേഹം നിറച്ചുകൊണ്ട് അവനെ ഒരു പുതിയ മനുഷ്യനാക്കി, പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നതിനായിട്ട് ഈശോ ഇവിടെ പ്രയത്നിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ പത്രോസിൻ്റെ വീഴ്ചയെ മറക്കുന്ന സ്നേഹമാണ് യേശുവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 3 പ്രാവശ്യം ഒരു തീക്കനലിൻ്റെ മുൻപിൽ വെച്ച് തള്ളിപ്പറഞ്ഞ പത്രോസിനെ മറ്റൊരു തീക്കനലിൻ്റെ ചുവട്ടിൽ വെച്ച് ഈശോ 3 പ്രാവശ്യം സ്നേഹപ്രഖ്യാപനം നടത്തുന്നതായിട്ടാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പത്രോസ് എന്തുമാത്രം വീണു, അല്ലെങ്കിൽ പത്രോസ് എന്തുമാത്രം തകർന്നു എന്നല്ല ഈശോ നോക്കുന്നത്, മറിച്ച് എത്രത്തോളം പത്രോസിന് യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കും എന്നാണ് ഈശോ പരിശോധിക്കുന്നത്. ഈശോ പത്രോസിനോട് ചോദിക്കുന്നു, ഇവരെക്കാൾ അധികമായിട്ട് തന്നെ നിനക്ക് സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ എന്നാണ് ഈശോ ചോദിക്കുന്ന ചോദ്യം. ഇവർ സ്നേഹിക്കുന്നത് പോലെയൊന്നും സ്നേഹിച്ചാൽ നീ പോരാ, ഇവരെക്കാളൊക്കെ അധികമായിട്ട് നിനക്കെന്നെ സ്നേഹിക്കുവാനായിട്ട് സാധിക്കുന്നുവോ? ആ ചോദ്യം പത്രോസിനോട് ചോദിച്ചു കഴിയുമ്പോൾ പത്രോസ് അവകാശവാദം ഒന്നും ഉയർത്തുന്നില്ല. എനിക്ക് ഇവരെക്കാളൊക്കെ അധികമായിട്ട് ഞാൻ സ്നേഹിക്കും, ആരൊക്കെ സ്നേഹിച്ചില്ലെങ്കിലും ഞാൻ സ്നേഹിക്കുമെന്നൊന്നും പത്രോസ് പറയുന്നില്ല. പത്രോസ് പറയുന്നത് എന്താണ്? കർത്താവ്, ഞാൻ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നുണ്ടല്ലോ എന്നാണ്. ഇതാ പത്രോസ് തൻ്റെ അഹങ്കാരമൊക്കെ വെടിഞ്ഞ് എളിയ തലത്തിലേക്ക്, എളിയ ഒരു മനോഭാവത്തിലേക്ക് കടന്നു വരികയാണ്. പത്രോസ് ഇവിടെ പറയുന്നത്, ദൈവമേ, നീ എൻ്റെ ബലഹീനതകളൊക്കെ അറിയുന്നുണ്ടല്ലോ എന്ന ബോധ്യം പത്രോസിന് അപ്പോൾ അവിടെ ഉണ്ടാകുകയാണ്. അപ്പോഴാണ് പത്രോസിനോട് ഈശോ പറയുന്നത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്നും. പത്രോസിനോട് പറയുകയാണ്, പത്രോസെ, നീ എൻ്റെ ആടുകളെ മേയ്ക്കുക എന്ന്. അതായത് സ്നേഹമില്ലാത്ത ഒരു ക്രിസ്തീയ ശുശ്രൂഷയും ഈ ലോകത്തിലില്ല. ക്രിസ്തീയ ശുശ്രൂഷയുടെ എല്ലാം അടിസ്ഥാനമായിട്ട് നിലനിൽക്കേണ്ടത് സ്നേഹമാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈശോ പത്രോസിനെ അവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പലതരത്തിലും നമുക്ക് ആളുകളെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കും. ഒരു പ്രശസ്തിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ ചില നേട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ ആളുകളെ ശുശ്രൂഷിക്കുന്നതിനായിട്ട് സാധിച്ചെന്ന് വരും. എന്നാൽ നിസ്വാർത്ഥമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാണ് ഈശോ പത്രോസിനോട് ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. ഈ പത്രോസ് നമ്മുടെയൊക്കെ ഒരു പ്രതിനിധിയാണ്. പത്രോസിനെ പോലെ നമ്മളും പല തരത്തിലും പല അവസരത്തിലുമൊക്കെ വീണുപോയിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമുക്ക് ആർക്കും പറയാൻ പറ്റുകയില്ല ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ല എന്ന്. പ്രത്യേകിച്ച് ക്രിസ്തുവിനെ പിൻചൊല്ലുന്നതിൽ, ക്രിസ്തുവിനെ അനുഗമിക്കുന്നതിൽ വീഴ്ചകൾ ധാരാളം സംഭവിച്ചിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഈ പത്രോസ് നമ്മുടെയൊക്കെ മുൻപിൽ ഒരു മാതൃകയായിട്ട് നിൽക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്ന കർത്താവിനെ നമുക്ക് കാണുന്നതിനായിട്ട് സാധിക്കണം. അങ്ങനെ തളർന്നൊക്കെ പോയി നിരാശരായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ ഇതാ നമുക്ക് വേണ്ടി ഭക്ഷണമൊരുക്കി തീ കൂട്ടി കാത്തിരിക്കുന്ന കർത്താവിനെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിനായിട്ട് സാധിക്കണം. ആ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിൽക്കൽ വന്ന് നമ്മോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന്. ആ സ്നേഹത്തിന് നമുക്ക് മറുപടി കൊടുക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം നമുക്ക് കണ്ടെത്തുന്നതിനായിട്ട് സാധിക്കുന്നത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ വീഴ്ചകളിൽ തകർന്നു പോകാതെ ആ വീഴ്ചകളെ ഒരു ചവിട്ടുപടിയായിട്ട് കണ്ടുകൊണ്ട് കൂടുതൽ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ, കൂടുതൽ കർത്താവിലേക്ക് അടുക്കുന്നതിന്, കൂടുതൽ താല്പര്യത്തോടെ കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നതിന് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. അതിനുള്ള കൃപയും അനുഗ്രഹവും നമുക്ക് നൽകണമേ എന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവം നമ്മെ എല്ലാവരെയും ഈ പ്രഭാതത്തിലും ദിവസത്തിലും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ.
നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ മാധ്യസ്ഥം എപ്പോഴും എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാർ ഔസേപ്പ് കാവലായിട്ട് കരുതലായിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധർ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ ഇടവകയുടെ മധ്യസ്ഥർ നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യട്ടെ. കാവൽ മാലാഖമാർ കാവലായിട്ട് നമ്മുടെ കൂടെ ആയിരുന്നു കൊണ്ട് എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് സംരക്ഷണം ഒരുക്കട്ടെ. ഈ ചാനലിന് വേണ്ടിയും ഈ ധ്യാനകേന്ദ്രത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ചാനലും ധ്യാനകേന്ദ്രവും വഴിയായിട്ട് ദൈവത്തിൻ്റെ വചനം ലോകത്തിൻ്റെ അവസാനം വരെ പ്രഘോഷിക്കപ്പെടുന്നതിന് ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സാധിക്കുന്ന എല്ലാവരും മരിയൻ കൂടാരങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരി സഹോദരന്മാരോട് ചേർന്ന് ഒരു കൊന്തിയെങ്കിലും ചൊല്ലി പ്രത്യേകമായിട്ട് ഈ ചാനലിനും ഈ ധ്യാനകേന്ദ്രത്തിനും വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിട്ടുള്ള എല്ലാവരെയും പ്രത്യേകം നമുക്ക് ഓർക്കാം. അവരുടെ നിയോഗങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. രോഗികളായിട്ട് കഴിയുന്ന ധാരാളം ആളുകൾ നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലുമുണ്ട്. ചികിത്സയ്ക്ക് പണമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ ഓർത്ത് വേദനിക്കുന്ന ദുഃഖിക്കുന്ന മാതാപിതാക്കളുണ്ട്. മക്കളെ ലഭിക്കാത്തതിൽ സങ്കടപ്പെട്ട് കഴിയുന്ന മാതാപിതാക്കളുണ്ട്. വിവാഹം കഴിക്കാൻ സാധിക്കാത്ത ഒത്തിരി വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെല്ലാവരെയും നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം നമ്മുടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അവരുടെ നിയോഗങ്ങളും നമ്മുടെ നിയോഗങ്ങളും എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് നമുക്കിപ്പോൾ കർത്താവിനെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹാലേലൂയ, ഹാലേലൂയ, ഹാലേലൂയ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ചിട്ടുള്ളവരെയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിട്ടുള്ളവരെയും എല്ലാവരെയും അവിടുത്തെ കാര്യങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന വേദനയിലൂടെയും ദുഃഖങ്ങളിലൂടെയും സങ്കടങ്ങളിലൂടെയും കടന്നു പോകുന്ന എല്ലാവർക്കും ആശ്വാസവും സമാധാനവും സന്തോഷവുമായിട്ട് അങ്ങ് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു അവിടുത്തെ ശക്തമായ കാര്യത്തിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങളെല്ലാവരെയും കാത്തു പരിപാലിക്കണം ഈ ദിവസത്തിലും ഈ നിമിഷത്തിലും എന്ന് ഞങ്ങൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഹാലേലൂയ, 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 ഹാലേലൂയ. ദിവ്യഭോജ്യമായി വാവാ വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ വാവാ ഈശോ വാവാ, ദിവ്യഭോജ്യമായി വാവാ വാവാ ഈശോ വാവാ, സ്നേഹമായി എന്നുള്ളിൽ വാവാ. ശാന്തിയായി വാവാ, സൗഖ്യമായി വാവാ, വരദാന ഭോജ്യമായി നീ വാ. ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ, ആശ്വാസമേകാൻ വാവാ, ആനന്ദമായി നീ വാവാ, അകതാരിലുണർവേകും യേശുവേ വാവാ, സ്വർഗ
മന്നയേ വാവാ അകതാരിലുണർവേകും യേശുവേ വാവാ സ്വർഗീയ മന്നയേ വാവാ ശാന്തിയായി വാവാ സൗഖ്യമായി വാവാ വരദാന ഭോജ്യമായി ദീവാ ജീവന്റെ നാഥനെ വാവാ ജീവശ്വാസമായി വാവാ ജീവന്റെ നാഥനെ വാവാ ജീവശ്വാസമായി വാവാ ദിവ്യ തേജസ്സേ വാവാ ത്തിൽ നിറയുവാൻ വാവാ ദിവ്യ തേജസ്സേ വാവാ ത്തിൽ നിറയുവാൻ വാവാ ശാന്തിയായി വാവാ സൗഖ്യമായി വാവാ വരദാന ഭോജ്യമായി ദീവാ നന്മസ്വരൂപനേ വാവാ നിർമ്മലതാതനേ വാവാ നന്മസ്വരൂപനേ വാവാ നിർമ്മലതാതനേ വാവാ ജ്ഞാനസ്വരൂപനേ വാവാ സൃഷ്ടിയാക്കാൻ വാവാ ജ്ഞാനസ്വരൂപനേ വാവാ പുതു സൃഷ്ടിയാക്കാൻ വാവാ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാവർക്കും ഇപ്പോഴും കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമ്മുടെ ശിരസ്സ് നമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാത വിരുന്നിൽ പങ്കുചേർന്ന എന്നോടൊപ്പമായിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല ദിവസവും പ്രഭാതവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി.